ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പം നനച്ചുള്ളി പാർട്ട് 2ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാൻ ഇന്നലെ പോസ്റ്റ് ആക്കിനല്ലേ നമ്മൾ മുകളിലത്തെ അവിടെ ക്ലീൻ ചെയ്യുന്ന വിശേഷങ്ങളൊക്കെ, അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ണ് കേട്ടോ, കണ്ട് സപ്പോർട്ട് ചെയ്യേ. അപ്പം ഞാനിതാ താഴെ ഇറങ്ങിയിട്ടുണ്ട്. മുകളിൽ കുറച്ചുകൂടി ബാക്കിയുണ്ട്, പുറത്തെ ഭാഗങ്ങളൊക്കെ ആക്കാനുണ്ട്. നാളെ ആക്കാൻ പോലെ ഇങ്ങനെ താഴത്തുനിന്ന് എക്കരം വെച്ചിട്ട് അങ്ങോട്ട് തട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ടോ. അതൊന്നും ചെയ്തില്ല. അപ്പം ഞാൻ ഉള്ളിലത്തെ കുറച്ച് ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ റൂമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. നല്ലോണം പൊടിയുണ്ട് കേട്ടോ. ഇപ്പം അടിച്ചിടുന്നതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ ഉണ്ടാവില്ലല്ലോ, അപ്പം അടിച്ചിടുന്നതുകൊണ്ട് തന്നെ നല്ലോണം പൊടിയുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ ആദ്യം. ഞാൻ കുറച്ച് നേരമായിട്ടോ തുടങ്ങിയിട്ട് പണി. അപ്പോൾ ഞാൻ അടുക്കളയിൽ കുറച്ച് ഭാഗങ്ങളുണ്ടായിരുന്നു, തട്ടുകളൊക്കെ അല്ലേ, പ്ലേറ്റൊക്കെ വെച്ച കബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടോ കുറച്ചൊക്കെ. അപ്പം ബാക്കി ഇനിയിപ്പം ഇവിടെ എൻ്റെ റൂമൊന്ന് റെഡിയാക്കാമെന്ന് ആദ്യം വിചാരിച്ച്. കാരണം പൊടിയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ല, മക്കൾക്കൊക്കെ അലർജി ഉണ്ട്. അപ്പോൾ ജനലിൻ്റെ ഇതൊക്കെ തുറക്കട്ടെ, ജനലൊക്കെ. അപ്പം ഇന്നത്തെ ക്ലീനിങ് എൻ്റെ റൂമിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ രാവിലെ ചായയൊക്കെ കുടിച്ച് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കാണ്ടേനി, അതൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ ക്ലീനിങ്ങിക്ക് വരുന്നത്. അപ്പോൾ ഉമ്മ അവിടെ കിച്ചണിലുണ്ട്, ഉമ്മൻ്റെ മെയിൻ ഡ്യൂട്ടി ഫുഡ് ഉണ്ടാക്കൽ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്നിപ്പോഴും കൊണ്ട് പറ്റുന്ന രീതി ഒറ്റയ്ക്ക് അങ്ങ് ചെയ്യാമെന്ന്. അപ്പോൾ അതാ ഉറങ്ങി എണീറ്റ് മക്കളൊക്കെ വന്ന് അത് ബെഡ്റൂമിലൊക്കെ അലമ്പാക്കി കിടക്കിനി, അത് അതുപോലെ തന്നെ ഉണ്ട് കേട്ടോ. പിന്നെ അതാ ഇങ്ങനെ പിന്നെ റേക്കുമ്മലിൻ്റെ ഒരു സാധനങ്ങളുണ്ട്, പിന്നെ മരുന്നുകളുണ്ട്. മരുന്നാണ് മെയിനായിട്ട് ഉണ്ടാവുക, ഒരുപാട് മരുന്നുകളുണ്ട്. പിന്നെ ഓരോ സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ വലിച്ചു വാരിയിട്ടിട്ട് ഞാനെടുത്ത് അങ്ങോട്ട് വെക്കും ഇങ്ങോട്ട് വെക്കും. അപ്പോഴേക്ക് മക്കളെടുത്ത് റെഡി ഇതാക്കും. അങ്ങനെയൊക്കെ നിറഞ്ഞു കിടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ജനലുകളൊക്കെ തുറന്നിടാണ്. ഇതിങ്ങനെ തുറക്കി അടിക്കുകയൊന്നും ചെയ്യാത്തതുകൊണ്ട് നല്ല ടൈറ്റായി കിടക്കണം കേട്ടോ, അതിൻ്റെ കുറ്റിയും കൊളുത്തൊക്കെ. കാരണം എപ്പോഴും ഇങ്ങനെ തുറന്നിടലില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, അപ്പുറമാണ് എൻ്റെ റൂമിൻ്റെ അപ്പുറത്താണ് ആ ഒരു കട്ടപ്പീടി. അപ്പോൾ അവിടെ നിന്ന് വരുന്ന പാറപ്പൊടികളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ എന്ന് വെച്ചിട്ട് എന്തെങ്കിലും ജന്തുക്കളൊക്കെ കയറുമോ എന്നുള്ളൊരു പേടി എനിക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ജനലുകളൊന്നും അങ്ങനെ തുറന്നിടാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ടൈറ്റാണ് കേട്ടോ. എണ്ണ ഇടണം എന്നൊക്കെ ഉമ്മ പറഞ്ഞിക്കേനും തുറക്കാനും അടക്കാനും പറ്റുന്നില്ല. അങ്ങനെ കട്ടിലൊക്കെ നീക്കിയിട്ടിട്ട് ജനലൊക്കെ നന്നായിട്ട് തട്ടിക്കൊട്ടാണ്. നല്ലോണം മാറാല പിടിച്ചെടുക്കുന്നുണ്ട് ആ പൊടിയും കാരണം. ഞാൻ കുറച്ചായി റൂമൊക്കെ തുറന്നിട്ട്, ഞാൻ ഇവിടെ വരുമ്പോൾ ആണല്ലോ തുറക്കുക, അതുകൊണ്ട് അടിച്ചിടുന്നത് കൊണ്ട് തന്നെ ഉപയോഗിക്കാതെ നിൽക്കുകയാണല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ. പിന്നെ അതിൻ്റെ അടുക്കും ദുവ വരുന്നുണ്ട് കേട്ടോ. ഓക്കാണെങ്കിൽ ഈ പൊടി പറ്റുന്നില്ല, തുമ്മലും ജലദോഷമൊക്കെ ആണ്. മാറി നിൽക്കുമെന്ന് പറഞ്ഞാൽ വീണ്ടും എൻ്റെ അടുത്തേക്ക് തന്നെ ഓടി വരും. എത്ര ഞാൻ ഉമ്മാൻ്റെ അടുത്ത് ആക്കിയാലും ഓടി വരും കേട്ടോ. ഞാൻ ചെയ്യുന്ന ഓരോ സാധനത്തിനും ഓക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടാവും, അല്ലെങ്കിൽ ഞാൻ എടുത്ത് വെക്കുന്ന ഓരോ സാധനങ്ങൾ പിന്നെ എടുത്ത് ഞാൻ നല്ലോണം വെക്കേക്കും. അപ്പോൾ അത് എടുത്തിട്ട് ഒന്നായിട്ട് അലമ്പാക്കിയിട്ട്, അതാണ് ഓളം പരിപാടി, അതിന് വരിക. പിന്നെ അത് അതിൻ്റെ ചെറുപ്പത്തിലുള്ള ഫോട്ടോ ആണ് കേട്ടോ. പിന്നെ ഇക്കായി ഞാനും എൻ്റെ ഒരു ആനിവേഴ്സറിക്ക് ഇക്കാക്ക് എനിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരു ഫ്രെയിമും ഉണ്ടായിരുന്നു കേട്ടോ, ആ ഫ്രെയിമാണ്. അങ്ങനെ അതൊക്കെ ഓർമ്മയായി. അങ്ങനെ പിന്നെ എന്താ പറയുക, എൻ്റെ പരിപാടികളൊക്കെ അവിടെ തട്ടുമ്മൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു, അതൊക്കെ വൃത്തിയാക്കി വെച്ചേ. ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുമ്പം തന്നെ ഒരു വൃത്തിയാണ്. പിന്നെ ഇതുവാ കണ്ടില്ല, ഈ ബെഡിലൊക്കെ ചെറിയ ചെറിയ പൊടികളൊക്കെ ഉണ്ട്. ഞാൻ ബെഡ്ഷീറ്റ് എടുത്ത് ഒഴിവാക്കി. പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാൻ പറയും ഇനി അങ്ങോട്ടൊക്കെ പോയിക്കാണെങ്കിൽ മക്കളാരുണ്ടെങ്കിൽ ഓലൊക്കെ കൂടെ കളിക്കും. ഇപ്പോൾ ഓലില്ലല്ലോ, സ്കൂളിൽ പോയിക്കാണല്ലോ, അതുകൊണ്ട് പിന്നെ എൻ്റെ കൂടെ തന്നെ ആണ്. എന്നാലും ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നിർത്താൻ കേട്ടോളാം. അപ്പം ഞാൻ കാണാതെ കുമ്മയ്ക്ക് കരച്ചിൽ തുടങ്ങുന്നതാണ് പ്രശ്നം. പിന്നെ തട്ടി അടിക്കുകയാണ് കേട്ടോ, ഒറ്റ കൈ വെച്ചിട്ടാണ് ആക്കുന്നത്. ബ്രഷ് എന്നിട്ട് ആടിപ്പോകുന്നുണ്ട്. അതുകൊണ്ട് കുറച്ച് നേരം ഈ വീഡിയോ എടുത്തിട്ട് ബാക്കി ഞാൻ നന്നായിട്ടങ്ങ് ആക്കാമെന്ന് വിചാരിച്ച്. ഒറ്റ കൈ കൊണ്ടൊന്നും എടുത്താൽ നമുക്ക് ശരിയാവില്ല. പിന്നെ ട്രൈപോഡ് ഇല്ലല്ലോ, അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ എടുത്തത് കേട്ടോ. ട്രൈപോഡ് അവിടെ കൊണ്ട് വീഡിയോ എടുക്കാനും എനിക്കൊരു ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഏതായാലും ഞാൻ എൻ്റെ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കി, കട്ടിലിൻ്റെ അടിയൊക്കെ അടിച്ചു. പിന്നെ ഒരു ഇതുണ്ടായിരുന്നു, കുറേ പൊടികളും മാറാലയൊക്കെ പിടിച്ചെടുക്കുന്നുണ്ട്, അതൊക്കെ ആക്കി. പിന്നെ ഇനി ഞാനെല്ലാം ഒന്ന് അടിച്ചു വാരാണ് കേട്ടോ. കട്ടിലിൻ്റെ അടിയിൽ ഇത്രയൊക്കെ ഈ സാധനം ഉണ്ട് ഞാൻ ഇപ്പോഴാണ് കാണുന്നത്. കാരണം എന്താ പറയുക, ഞാൻ ഓരോ സാധനം കാണാതാകുമ്പോൾ മിസ്സാകുമ്പോൾ ഞാൻ വിചാരിക്കും ഇതൊക്കെ എവിടെ പോയി. നമ്മളിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്യുമ്പോഴാണ് ഓരോന്ന് കാണാത്ത സാധനങ്ങൾ നമ്മൾ കാണല്ലേ. ചെറിയ കുട്ടികളൊക്കെ വീട്ടിലുള്ളവരാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട, എല്ലാം അതിൻ്റെ അടിയിലേക്ക്, ഒന്നുകിൽ സോഫേൻ്റെ ചോട്ടിൽ അല്ലെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ. ഇതാണ് ഇവിടെയും കേട്ടോ. പിന്നെ ഓരോ സാധനം, ടോയ്സ് ആണെങ്കിലും വീട്ടിലെ ഉപകരണങ്ങളാണെങ്കിലും ഈ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ,
അതൊക്കെ ഉണ്ട് ഇതിൻ്റെ ചോട്ടിൽ. അങ്ങനെ നോക്കും അതൊക്കെ കണ്ട്. പിന്നെ ആ കട്ടിലിൻ്റെ അടിഭാഗത്ത് അവിടെയൊക്കെ പിന്നെ ഞാൻ നേരത്തെ കട്ടിൽ അങ്ങോട്ട് നീക്കിയിടുമ്പോൾ തുടച്ചതാണ് കേട്ടോ. പിന്നെ അതൊന്നും പിന്നെ ഞാൻ വീഡിയോ എടുത്തില്ല. അതുപോലെ കട്ടിലയും വാൾഡ്രോബൊക്കെ ഞാൻ പിന്നെ നനച്ച് തുടച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നനച്ച് തുടച്ചിക്കുന്നെങ്കിൽ അത് തുടച്ചിങ്ങോട്ട് എങ്ങുമ്പോൾ പിന്നെ അങ്ങനെ തന്നെ ആവും. എന്തായാലും മാസത്തിൽ നമ്മൾ ചെയ്യണം. മാസമല്ല 15 ദിവസം കൂടുമ്പോൾ ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ പൊടി വേഗം നിറയും. ഞാനില്ലാത്തതുകൊണ്ടാണല്ലേ 15 ദിവസത്തെ അധികം ഞാൻ വെക്കലില്ല. അങ്ങനെ വേഗം ഞാൻ എൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞ് വേഗം പോയി പിന്നെ കുളിച്ചൊക്കെ വന്ന് ഞാൻ വേഗം ഫുഡ് കഴിച്ചിട്ടോ. അതിന് ശേഷം പിന്നെ ദൂക്കും കൊടുത്തു. ഓക്ക് പിന്നെ ഇങ്ങനെ പുറത്തിറങ്ങി കാക്കനെയും പൂച്ചനെയും കണ്ട് തിന്നണം. ഒറ്റക്ക് കഴിക്കുകയാണ്. ഒറ്റക്ക് കൊടുക്കും, ചില സമയത്തൊക്കെ കൊടുക്കും. അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കേട്ടോ. അതൊക്കെ ആകുമ്പോൾ പിന്നെ തനി അങ്ങ് കഴിച്ചോളൂ. ചോറ് അങ്ങനെ കഴിക്കൂല ഒറ്റക്ക്. വെച്ച് കൊടുത്താൽ അതിൽ ഇങ്ങനെ കളിച്ചാളും. അതുകൊണ്ട് പിന്നെ വേസ്റ്റ് ആയി പോവല്ലോ. അപ്പം എൻ്റെ പണിയും കഴിയോളം വയറും നിറയും. അതുകൊണ്ട് വേഗം അങ്ങനെ അത് ചെയ്ത് കൊടുത്തിട്ടോ. പിന്നെന്താ, പിന്നെ ഇനിയും ഇപ്പോൾ ഒരുപാട് പണികളുണ്ട്. ഇപ്പം എൻ്റെ റൂം മാത്രമേ റെഡിയാക്കിയില്ല, പിന്നെ ഉമ്മാൻ്റെതും. ഇനിയിപ്പം ഉപ്പ എടുക്കുന്ന ആ റൂം റെഡിയാക്കാണ്ട്, ഡൈനിങ് ഹാള്, അടുക്കള റെഡിയാക്കാണ്ട്, സിറ്റ് ഔട്ട്, അങ്ങനെയൊക്കെ ഒരുപാട് പണിയുണ്ട്. ഇപ്പം ഇൻഷാ അല്ലാ അതൊക്കെ പിന്നെ ഞാൻ വീഡിയോ അങ്ങനെ എടുക്കൂല, എപ്പോഴെങ്കിലും എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ മറ്റേ വീഡിയോൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ക്ലീനിങ് വീഡിയോ ഇടാനും. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു വീഡിയോ കൂടി ചെയ്യാമെന്ന് വിചാരിച്ചത്. ഇതെടുക്കണമെങ്കിലും എഡിറ്റ് ചെയ്യണം, കുറച്ച് പണിയുണ്ട്. ഇതിനെ ഫോക്കസ് ചെയ്ത് നിൽക്കണം. അതുകൊണ്ട് ആ ഒരു ടൈം എനിക്ക് കിട്ടാത്തതുകൊണ്ടാണ് പിന്നെ ഞാനിങ്ങനെ ഒരു ലോങ് വീഡിയോ ഇടാൻ പറ്റാത്തത് കേട്ടോ. ഒന്നാമത്തെ ട്രൈപ്പോഡും കയ്യിൽ വിചാരിച്ച പൊസിഷനിലൊക്കെ വീഡിയോ എടുക്കണമെങ്കിൽ ആംഗിളിൽ വെച്ചിട്ട് എടുക്കണമല്ലോ. അപ്പോൾ അത് പിന്നെ കുറച്ചൊരു എന്താ പറയുക, ബുദ്ധിമുട്ടുള്ളൊരു ടാസ്ക്. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ചെറുതായി പോകുന്നത് വീഡിയോ ഒക്കെ. അല്ലേ പിന്നെ ഒരു മാക്സിമം ഒരു 12-15 മിനിറ്റ് ഒക്കെ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിന്. വീഡിയോ എടുത്ത് കഴിയുമ്പോഴാണ് ചെറിയൊരു വീഡിയോ ആയിപ്പോയല്ലോ എന്ന് തോന്നുക. അപ്പോൾ നമ്മളെ റൂം ഇതാട്ടോ ഏകദേശം എല്ലാം ചെയ്ത് കർട്ടനും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. നല്ല ക്ഷീണമുണ്ട്, കുറച്ചൊന്ന് ഉറങ്ങാമെന്ന് വിചാരിച്ചു മക്കൾ വരുമ്പോഴേക്ക്. അപ്പോൾ ഞാനും നല്ലോണം ഉറങ്ങാൻ പോവാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഇക്കാകെ വിളിച്ച് വെച്ചതാണ്. അതുകൊണ്ട് കുറച്ച് സമയം അങ്ങനെ പോയി. അപ്പോൾ ഏതായാലും ഇൻഷാ അല്ലാ ബാക്കിയുള്ള ക്ലീനിങ് വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും, ടേക്ക് കെയർ, ബൈ.